ഋതുക്കൾ പലതിലൂടെയും ഓടിത്തളർന്ന് സൂര്യൻ തളർന്നിരിക്കുകയാണ്. വെള്ളം ധാരാളം കുടിക്കുന്നുണ്ടെങ്കിലും സൂര്യൻ്റെ ദാഹം ഇതുവരെ മാറിയിട്ടില്ല. സൂര്യൻ വിശ്രമിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലത്തിനടിയിലായി ഒരു ഗ്രാമവും അവിടെ ഒരു വറ്റാറായ കിണറുമുണ്ട്. അവിടെ നിന്ന് കുറച്ചു മാറി ആരോ ഉപേക്ഷിച്ചു പോയ പഴയൊരു കുടമിരിക്കുന്നു. അതിനെ ഉറ്റുനോക്കി കുറച്ച് കാക്കകൾ കൂടി നിൽക്കുന്നു. അവയിൽ ഒരു കാക്ക നിലത്ത് കിടക്കുന്ന കല്ലുകൾ ഓരോന്നായി പെറുക്കിയെടുത്ത് കൊണ്ടുവന്ന് കുടത്തിലിടുന്നു. പലവട്ടം ഇത് തുടരുമ്പോൾ കുടത്തിലെ വെള്ളം പതിയെ നിറഞ്ഞു വരുന്നത് കാക്കകൾ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നു. അപ്പോൾ കുടത്തിന് മുകളിലേക്ക് ഒരു വയസ്സൻ കാക്ക കയറി നിന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ആർക്കിമിഡീസ് തത്വം. എന്താണ് തത്വം പറയുന്നത്? ദ്രാവകത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും തുല്യമാണ്. അതായത് ഇവിടെ നമ്മുടെ ശ്രീകുട്ടൻ കല്ലുകൾ പിറക്കിയിട്ടപ്പോൾ പൊങ്ങി വന്ന വെള്ളത്തിൻ്റെ അളവും കല്ലുകളുടെ വോളിയവും തുല്യമായിരിക്കും. മനസ്സിലായ കുട്ടികളെ? സാർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് ഒരു കാക്ക പറന്നെത്തുന്നു. സാറേ, എന്ന് ഉച്ചയ്ക്ക് സ്കൂൾ അടയ്ക്കാൻ കളക്ടറിൻ്റെ സർക്കുലർ കിട്ടിയെന്ന് ഹെഡ് മാസ്റ്റർ പറഞ്ഞു. ഇപ്പോൾ തന്നെ ക്ലാസ് നിർത്തിക്കോളാൻ പിയൂൺ കാക്ക പറയുന്നു. അത് കേട്ട് സ്റ്റുഡൻസ് കാക്കകൾ സന്തോഷത്തോടെ ബഹളം വയ്ക്കാൻ തുടങ്ങുന്നു. പിയൂൺ കാക്ക തിരികെ പറന്നു പോകുന്നു. അപ്പോൾ ഇനി സമ്മർ ഹോളിഡേയ്സ് കഴിഞ്ഞാലേ കാണാൻ പറ്റൂ. ഒരു കാര്യം ചെയ്യാം, അവധി കഴിഞ്ഞ് വരുമ്പോൾ ആർക്കിമിഡീസ് യുറേ കാക്കാന്ന് വിളിച്ച് രാജാവിൻ്റെ കൂട്ടിലേക്ക് പറന്ന കഥ എല്ലാവരും വായിച്ചിട്ട് വാ. ഇതേ സമയം കുറച്ചു മാറി കാക്കക്കൂട്ടത്തിനെ നിരീക്ഷിച്ചുകൊണ്ട് 2 പേർ കുറ്റിച്ചെടികളുടെ ഇടയിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അവരിലൊരാൾ മറ്റവനോട് ചോദിക്കുന്നു, എടാ, നിനക്ക് മൃഗങ്ങളുടെയും മറ്റും ഭാഷ അറിയാമെന്ന് നാട്ടുകാർ പറയുന്നത് ഉള്ളതാണോ? എന്തേ? എങ്കിൽ പറ, ഇപ്പം എന്താ അവിടെ ഉണ്ടായേ? യുവാവ് അത് കൂട്ടുകാരനോട് പറയണോ വേണ്ടിയോ എന്ന് സംശയിച്ച് അവനെ നോക്കുന്നു. നീ എന്നെ വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ലടാ, എന്നാലും പറയാം. അവിടെ നടന്ന ഒരു ക്ലാസ് എടുപ്പ്. കൂട്ടുകാരൻ ആശ്ചര്യത്തോടെ അവനെ നോക്കുന്നു. യുവാവ് തുടരുന്നു, ആ വയസ്സൻ കാക്കയില്ലേ, അതാ അവരുടെ ടീച്ചർ. എന്താ പഠിപ്പിച്ചത്? ഓ അതോ, വേനൽ കാലമല്ലേ, ജലക്ഷാമം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് കുടത്തു നിന്ന് വെള്ളം കുടിക്കേണ്ടതെന്ന്. കൂട്ടുകാരൻ വിടർന്ന കണ്ണുകളോടെ യുവാവിനെ നോക്കിയിരിക്കുന്നു. എടാ, നിനക്ക് കിട്ടിയ ഈ കഴിവിനെ ലോകം മൊത്തം അറിയിക്കണം. നിനക്ക് പുസ്തകം വല്ലതും എഴുതിക്കൂടെ ഈസോപ്പേ? ആലോചിക്കാം.